കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഉത്തരഭാരതം മുഴുവനും നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആചരിക്കുന്ന ദിവസമാണ്. നമ്മുടെ ജീവിതത്തിന് നിറം പകർന്ന കർത്താവിന്റെ പൊന്നുനാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എങ്കിലും പണ്ടത്തെ പോലെയുള്ള ആരവാരങ്ങളൊന്നും ഇവിടങ്ങളിൽ കാണുന്നില്ല. എന്തുകൊണ്ടോ? നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ തിരുവചന പഠനത്തിനു വേണ്ടി കൂടി വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ബഹുമാന്യരായ കർത്താവിന്റെ ദാസിദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 7, 8, 9 വാക്യങ്ങളായിരുന്നു. ഇന്നലെ നമ്മളത് ഉപസംഹരിച്ചു. ഇന്ന് 10-ാമത്തെ വാക്യം മുതൽക്കുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാമെന്നായിരുന്നു പറഞ്ഞത്. എങ്കിലും മിനിയാന്ന് ഞാൻ പറഞ്ഞ ഒരു ഭാഗം വിട്ടുപോയത് ഇന്നലെ ഏറ്റവും ഒടുവിൽ നമ്മുടെ എബ്രഹാം ജോസഫ് പാസ്റ്റർ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഇന്നും നമ്മൾ 19-ാം അധ്യായം, വെളിപ്പാട് 19-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനനുബന്ധമായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും കൂടെ പോകുന്നുണ്ട്. സമയം ലാഭിക്കുന്നതിന് വേണ്ടി ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല. ഈ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്തു വരുന്നത് ദൈവത്തിന്റെ സഭ അഥവാ കുഞ്ഞാടിന്റെ കാന്ത കുഞ്ഞാടിന്റെ കല്യാണത്തിനായി എന്ന് വെച്ചാൽ സ്വന്തം കല്യാണത്തിനായിട്ട് തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ ഒരുക്കി എന്ന് 8-ാമത്തെ വാക്യവും അതിന്റെ അർത്ഥം എന്തെന്ന് 9-ാം വാക്യത്തിന്റെ തുടക്കവും നമ്മെ ഓർമ്മപ്പെടുത്തും. എങ്ങനെയാണ് അവൾ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നത്? കല്യാണ വസ്ത്രം അവൾ ധരിച്ചിരിക്കുന്നു. നമ്മുടെ ഇടയിലും വിവാഹ വസ്ത്രം എന്നൊന്നുണ്ട്. വിവാഹ വസ്ത്രം പോലെ തന്നെ ക്രമീകരണങ്ങൾ പലതും വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്നതിനെ പ്രത്യേക രീതിയിലാണ് കാണുന്നത്. ഇപ്പം എൻ്റെ തലയിൽ അധികം മുടിയൊന്നും ഇല്ലെങ്കിലും മുടി വെട്ടിക്കാൻ പോയാൽ സ്റ്റാൻഡേർഡ് തുക ഞാൻ കൊടുക്കണം. ഇവിടെയൊക്കെ 100 രൂപയാണ് ഇപ്പൊ സാധാരണ കടകളിൽ. നിങ്ങളെ എവിടെയൊക്കെ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ മണവാളൻ കട്ടെന്നും പറഞ്ഞൊരു കെട്ടുണ്ട്. എന്നെ പോലെ തന്നെ തലയുള്ള ഒരാള് മുടി വെട്ടിക്കാൻ പോയാൽ സാധാരണ 100 രൂപ കൊടുത്താൽ മതിയെങ്കിൽ മണവാളൻ കട്ടിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റേറ്റ് വേറെയാണ്. അതുപോലെ തന്നെയാണ് മണവാട്ടി ഒരുക്കുന്നതും
പറഞ്ഞു വന്നത്, കല്യാണത്തിന്റെ മുടിവെട്ട് വേറെ, കല്യാണത്തിന്റെ വസ്ത്രം വേറെ, കല്യാണത്തിന്റെ ഒരുക്കം വേറെ, ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിലുണ്ട്. ഇവിടെ കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 8-ാമത്തെയും 9-ാമത്തെയും വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് ചിന്തിക്കുന്നത്, വിവാഹ വസ്ത്രം അവൾ ധരിച്ചിരിക്കുന്നു എന്നുള്ളത്. സാധാരണ വസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായ വിവാഹ വസ്ത്രം. ആ വിവാഹ വസ്ത്രത്തെക്കുറിച്ച് എടുത്തു പറയുന്നു, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അപ്പോൾ ആ വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. വസ്ത്രം എന്നത് പ്രധാനമായിട്ടും ജീവിതം എന്ന അർത്ഥത്തിലാണ് തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്നത്. നാം വെളിപ്പാട് പുസ്തകം തന്നെ 3-ാം അധ്യായം പഠിച്ച സമയത്ത് സർദീസിലെ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ചിലർ നിനക്ക് അവിടെ സർദീസിലുണ്ട്. ഉടുപ്പ് മലിനമാകാത്തവർ. അപ്പോൾ അവിടുത്തെ ഉടുപ്പ് അല്ലെങ്കിൽ വസ്ത്രം, റോബ് എന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ 14 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴും ലവോദിക്കിയ സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, നീ നഗ്നയായിരിക്കുന്നു, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുക. അവിടുത്തെ വെള്ളയുടുപ്പ് എന്ന് പറയുന്നതും പാപം നിമിത്തം നഗ്നമായി തീർന്ന ലവോദിക്കിയ സഭയുടെ ലജ്ജ മറയ്ക്കേണ്ടതിനുള്ള ദൈവീക സ്വീകാര്യത്തെ, ദൈവീക സ്വീകൃതിയെ, അംഗീകാരത്തെ കുറിക്കുന്നു. അവിടെയും വിശുദ്ധി എന്ന ജീവിത നിലവാരമാണ് പറയപ്പെടുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം അങ്ങനെ 3-ാം അധ്യായത്തിൽ തന്നെ 2 പ്രാവശ്യം സർദീസിനോടുള്ള ബന്ധത്തിലും ലവോദിക്കയോടുള്ള ബന്ധത്തിലും വസ്ത്രം, ഉടുപ്പ്, അത് ജീവിത വിശുദ്ധിയെ കുറിക്കുന്നതായി നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8 മുതൽക്കുള്ള വാക്യങ്ങൾ, 9 മുതൽക്കുള്ള വാക്യങ്ങൾ നമുക്ക് ഓർമ്മ കാണും. യഹൂദേതരരായ, നോൺ ജൂയിഷ് ആയിട്ടുള്ള ഒരു വലിയ സംഘം വിശുദ്ധന്മാർ വെള്ള ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോല പിടിച്ച്, രക്ഷ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്നും വേറെയും ചില പാട്ടുകൾ പാടുന്നുണ്ട്. അവര് പാടി ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. നമുക്കവിടെ വേണ്ടത് വെള്ള ധരിച്ചവർ. 13-14 വാക്യങ്ങളിൽ, 7-ാം അധ്യായം വെളിപ്പാട് 7, 13, 14 വാക്യങ്ങളിൽ യോഹന്നാനോട് ചോദിക്കുന്നു, ഇവരാരാ, എവിടെ നിന്ന് വരുന്നു, വല്ലോ അറിയാമോ? യോഹന്നാൻ പറയുന്നുണ്ട്, യജമാനനെ അങ്ങറിയുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഒരു പിടുത്തവും ഇല്ല, അങ്ങയ്ക്കറിയാമല്ലോ. അപ്പോൾ യോഹന്നാനോട് പറയുന്നു, ഇവരാരാണ്? കഷ്ടത്തിൽ നിന്ന് വന്നവർ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. എങ്ങനെയാണ് അവരുടെ ഉടുപ്പ് വെള്ളയായിരിക്കുന്നത്? കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അവിടെയും പറയുന്ന അങ്കി, ഉടുപ്പ് അവരുടെ ജീവിതമാണെന്ന് നമുക്കറിയാം. അല്ലാതെ നമ്മൾ ധരിക്കുന്ന ബാഹ്യമായ ഒരു വസ്ത്രവും അലക്കാനല്ലല്ലോ യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം നമ്മുടെയൊക്കെ ഇടയില് യൂത്ത് മീറ്റിങ്ങുകളിലോ സഹോദരി സമാജത്തിലോ സൺഡേ സ്കൂളിന്റെ ഒക്കെ വാർഷിക ആഘോഷങ്ങളിലോ ഒക്കെ ചിലപ്പം ഭാവന എഴുതുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപന്യാസം എഴുതുമ്പോഴും ഒക്കെ യേശുവിന്റെ രക്തത്തെ ഒരു ഡിറ്റർജന്റിനോട്
തുണി അലക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോട് ഉപമിച്ചൊക്കെ നമ്മൾ പറയാറും എഴുതാറും ഒക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ തുണി അലക്കാനുള്ള ഒരു ഡിറ്റർജന്റ് അല്ലല്ലോ യേശുവിന്റെ രക്തം. പകരം ഉപമാന രീതിയിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. അതുകൊണ്ടാണല്ലോ ആർ യു വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ദ ലാം, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ എന്ന് പാട്ടുമൊക്കെ നമ്മൾ പാടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന അങ്കിയാണ് അവിടെയും അലക്കി വെളുപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വെളുപ്പിച്ചതായിട്ട് നമ്മൾ 7-ാം അധ്യായത്തിലും കാണുന്നത്. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ അടിസ്ഥാനത്തിൽ ഈ വസ്ത്രം എന്ന് പറയുന്നത് ജീവിതമാണ്. ഇനിയും നമ്മൾ 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും, അതെല്ലാം നമ്മൾ 3-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ്. 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ 12 മുതൽക്കുള്ള വാക്യങ്ങളുണ്ട്. വിശേഷിച്ച് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ 22:14 ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തിനു വേണ്ടിയാണ്? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിൽ കൂടെ വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കേണ്ടതിന്, എന്ന് വെച്ചാൽ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കേണ്ടതിന് എന്ത് ചെയ്യണം? തങ്ങളുടെ വസ്ത്രം അലക്കണം. വസ്ത്രം അലക്കണം. അവർ ഭാഗ്യവാന്മാർ. ഇവിടെയും പറയുന്നത് നമ്മുടെ പാൻസും ഷർട്ടും പൈജാമയും കുർത്തയും ഒന്നും അല്ലല്ലോ. ജീവിതമെന്ന വസ്ത്രമാണെന്നുള്ളത് നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന കാര്യം. ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ അടിസ്ഥാനത്തിൽ നോക്കിയാലും കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഹ്രസ്വമായ അർത്ഥം ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നു, ജീവിതത്തെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിത വിശുദ്ധിയെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ജീവിത വിശുദ്ധി. ഇനി ഒരു കാര്യവും കൂടെ നമ്മള് മത്തായി 22 പോകുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ ആ വിഷയത്തിൽ ഓർപ്പിക്കുവാനായിട്ടുണ്ട്. ആരാണ് ഈ കുഞ്ഞാടിന്റെ കാന്ത? 2 അർത്ഥങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. Who is the bride? There are 2 definitions or connotations or interpretations. So first of all, we have seen the bride has made herself ready. That means she is now worthy to have the wedding robe. And what is the wedding robe? Revelation 19:8 and 9. It's bright and pure linen. And that is about the righteous deeds of the saints. So here from Revelation 3, messages to church at Sardis as well as Laodicea. Revelation chapter 7 about the Gentile saints of tribulation in 13 and 14. Yeah, 9 following. 7, 9 following, especially in 13 and 14. And also from Revelation now 22:14, we have seen the garment stands for, the robe represents the life of the saints' life.
And now we are trying to see the meaning of bride. ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് കുഞ്ഞാടിന്റെ കാന്ത, അതിൻ്റെ രണ്ട് അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമത്, ഏറ്റവും പ്രധാനമായും നമ്മൾ കണ്ടത് പല ഭാഗങ്ങളിൽ നിന്ന്, വെളിപ്പാട് പുസ്തകത്തിന് പുറത്തു നിന്നും നമ്മൾ കണ്ടത് ക്രിസ്തുവിന്റെ സഭ. അതിന് ഭൗതികമായ യാതൊന്നും ഇല്ല. എന്ന് വെച്ചാൽ സംഘടനയോ പ്രസ്ഥാനമോ ബിൽഡിംഗ്, സഭാ മന്ദിരങ്ങളോ ഒന്നുമല്ല. പകരം ദൈവത്തിന്റെ സഭ, ദ ഓർഗാനിസം ഓഫ് ദ ചർച്ച്. സഭ ഒരു ശരീരം അഥവാ ജീവത് ഘടകം എന്ന നിലയിൽ സഭയാണ് കാന്ത, മണവാട്ടി എന്ന് നമ്മൾ കണ്ടു. അതുകൂടാതെ രണ്ടാമതൊരർത്ഥവും കൂടെ അതിനുണ്ട്. മണവാട്ടിയുടെ രണ്ടാമത്തെ അർത്ഥം, the second connotation to the bride of the Lamb. 21-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, 21 verse 2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. 10-ാമത്തെ വാക്യം, verse 10. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. 9 കൂടെ ചേർത്ത് വായിച്ചു. 9 കൂടെ ചേർത്ത്. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണും. 21-ന്റെ 2, 9, 10 വാക്യങ്ങളിൽ നമുക്ക് കാന്തയെ കാണാം, കുഞ്ഞാടിന്റെ കാന്തയെ കാണാം. ഇത് ഒരു വ്യക്തിയോ ഒരു സമൂഹമോ അല്ല. അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരമാണ്. അപ്പം കാന്തയ്ക്ക് 2 അർത്ഥങ്ങൾ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമായ ദൈവസഭ, പ്രസ്ഥാനത്തിനും സംഘടനയ്ക്കും ഒക്കെ അതീതമായിട്ടുള്ള വിശുദ്ധന്മാരുടെ സംഘം. 2, ഇത് ഒരു നഗരവുമാണ്. എന്ന് വെച്ചാൽ ഈ വിശുദ്ധന്മാർക്ക് ദൈവത്തോടൊപ്പം നിത്യത ചിലവഴിക്കേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന നഗരം, പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേമിനെ കുറിച്ച് നമുക്ക് 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പഠിക്കാം. 21-ഉം 22-ഉം അധ്യായങ്ങളിൽ നാം നിത്യതയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതേ സംബന്ധിച്ച് പഠിക്കാം. എന്നാൽ ഇപ്പോൾ ഇത്രമാത്രം നമ്മൾ മനസ്സിലാക്കുക, കുഞ്ഞാടിന്റെ കാന്ത, അതിന് 2 അർത്ഥങ്ങൾ. ഒന്ന്, ദൈവസഭ, അതിൽ ജീവനുള്ള ദൈവമക്കളാണുള്ളത്. രണ്ടാമത്, അത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെ കാണിക്കും. സ്തോത്രം. എന്നാൽ ഇവിടെ 19-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന കുഞ്ഞാടിന്റെ കാന്ത, തന്നെ താൻ ഒരുക്കിയിരിക്കുന്ന കാന്ത,
ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്ന കാന്ത. ഇതിലേതാണ്? ദൈവസഭയാണോ അതോ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരമാണോ അതോ രണ്ടുമാണോ? ഇത് ദൈവസഭയാണ്. 19-ാം അധ്യായത്തിൽ 7, 8, 9 വാക്യങ്ങളിൽ കാണുന്ന കാന്ത പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം അല്ല. അപ്പൊ കാന്തയ്ക്ക് രണ്ടർത്ഥമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വാക്യങ്ങൾ എടുത്തത്. എന്നാൽ 19-ന്റെ 7 തൊട്ട് 9 വരെ പറയുന്ന തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന കാന്ത ദൈവസഭയാണ്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെ ദൈവമാണ് അലങ്കരിച്ചൊരുക്കിയിരിക്കുന്നത്. അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ വിശുദ്ധ നഗരം. നഗരത്തിനായി കാത്തിരിക്കും. അതെ, അപ്പൊ ദൈവം ശില്പിയായി നിർമ്മിച്ചത്. അപ്പോൾ ഈ നഗരത്തിന്റെ ശില്പി ദൈവമാണ്. ദൈവം ഉണ്ടാക്കിയ, ദൈവം അലങ്കരിച്ചൊരുക്കിയതാണത്. ഈ പട്ടണം അല്ലെങ്കിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം തന്നെത്താൻ ഒരുങ്ങിയതല്ല. അതൊരു ഉപമാനമായി പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിന്റെ കാന്തയായ ദൈവസഭയ്ക്ക്, ദൈവസഭാംഗങ്ങളായ വിശുദ്ധന്മാർക്ക് ദൈവത്തോടൊപ്പമുള്ള നിത്യത ചിലവഴിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ക്രമീകരണം എന്ന നിലയിലാണ് ഈ വിശുദ്ധ നഗരത്തെ കാന്ത എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ അവിടെ നിർത്തുന്നു. അതേപ്പറ്റി നമുക്ക് ആ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും പഠിക്കാം. മടങ്ങി വരുന്നു. ക്രിസ്തുവിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് വിശേഷ കല്യാണ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ്. ആ കല്യാണ വസ്ത്രം അത് നമ്മുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രമെന്നും വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളാണ് അത് എന്നും അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വിശുദ്ധ ജീവിതത്തെ കുറിക്കുന്നതാണ് ആ ഒരുക്കമെന്നും നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ആ കാര്യത്തെ ഒന്ന് എന്താണ് പറയുന്നത്, വിശദീകരിക്കുന്നതെന്നോ നിർവചിക്കുന്നതെന്നോ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടാൻ പറ്റുന്ന ഒരു ഉപമയിലേക്കാണ് നമ്മൾ മത്തായി 22 പോകുന്നത്. മത്തായി 22 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 2 ഉപമകൾ അവിടെ യേശുക്കർത്താവ് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് യേശുക്രിസ്തു 2 ഉപമകൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഈ 22-ാം അധ്യായത്തിലെ ഉപമയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ മാത്യു 21, 28 to 32 അവിടെ നമ്മൾ ഒരു ഉപമ കാണുന്നുണ്ട്. അവിടെ കാണുന്ന ഉപമ എ പാരബിൾ ഓഫ് എ ഫാദർ ആൻഡ് 2 sons. ഒരപ്പനും തൻ്റെ 2 മക്കളും. ലൂക്കോസിൽ നമ്മൾ കാണുന്ന ഒരപ്പനും 2 മക്കളും അല്ല ഇവിടെ. ഇവിടുത്തെ അപ്പനും മക്കളും വേറെയാണ്.
ഇവിടുത്തെ അപ്പൻ 2 മക്കളോട്, 2 സൺസ്, ആൺമക്കൾ, അവരോട് തന്റെ മുന്തിരിത്തോട്ടത്തിൽ പോകുന്ന കാര്യം പറയുക. അപ്പം അനുസരണത്തെ സംബന്ധിച്ച് പറയാനാണ് ആ ഉപമ യേശു ഉദ്ദേശിച്ചത്. എന്നിട്ട് 33 മുതൽ നെക്സ്റ്റ് ഓർ a second parable we see from chapter 21 verses from 33. 21-ാം അധ്യായത്തിന്റെ 33 മുതൽ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു ഉപമ. 46-ാമത്തെ വാക്യം വരെ അവിടെ കാണുന്നത് about wicked husbandmen. ദുഷ്ടന്മാരായ കുടിയാന്മാരെ കുറിച്ച്. ദുഷ്ടന്മാരായ കുടിയാന്മാർ. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് നമുക്കവിടെ വ്യക്തമായിട്ടും അറിയാൻ പറ്റും. വ്യക്തതയോടെ അവിടെ ആ കാര്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. വേഴ്സ് 43. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിയും അതിന്റെ 45 അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞു. യേശുക്രിസ്തു വ്യക്തമാക്കി ഇതാരെക്കുറിച്ചാ പറയുന്നതെന്ന്. യഹൂദ മത നേതാക്കന്മാർക്ക് കാര്യം മനസ്സിലാകുകയും ചെയ്തു. ഇത് തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് 46-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അവർ യേശുവിനെ പിടിക്കുവാനായിട്ട് ശ്രമിച്ചു, യേശുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. ഈ ഉപമകൾ രണ്ടും യഹൂദന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഉപമകളുടെ തുടർച്ചയാണ് 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉപമയും. അപ്പോൾ ഈ ഉപമകൾ ക്രിസ്തു യഹൂദരെ സംബന്ധിച്ചാണ് പറയുന്നത്, യഹൂദ ജാതിയെ സംബന്ധിച്ച്. കേൾക്കാമല്ലോ? ശബ്ദത്തിന് കുഴപ്പമില്ലല്ലോ? ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നിന്ന് യഹൂദന്മാർ തെന്നി മാറുന്നതും മറ്റെല്ലാ നിലകളിലും അവരെക്കാൾ താണവരായ അയോഗ്യരായ ജാതികളെ ദൈവം തെരഞ്ഞെടുത്ത് ആക്കുന്നതുമായ ആത്മീയ സത്യത്തെയാണ് ഈ ഉപമകളിലൂടെ ക്രിസ്തു വ്യക്തമാക്കുന്നത്. അതിൽ 22-ാം അധ്യായത്തിലേതാണ് നമ്മുടെ വിഷയം. ആ ഉപമയെ വ്യാഖ്യാനിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, അതിന് നമുക്ക് വേറെ സമയം വേണ്ടി വരും. അത് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. നമുക്കിവിടെ വേണ്ട ഒരു ഭാഗം മാത്രം എടുക്കും. നമുക്ക് ആ 22-ാം അധ്യായം 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളെയും 2ആയിട്ട് തിരിക്കാം. 1 തൊട്ട് 10 വരെയും 11 തൊട്ട് 14 വരെയും. Again, we can classify these verses from 22:1 to 14 into 2. Jesus is coupling together 2 parables or 2 stories
which was prevalent among the rabbis, rabbinic stories. They are called rabbinic stories. യഹൂദ ഗുരുക്കന്മാർക്കിടയിൽ പ്രചാരത്തിലിരുന്ന രണ്ട് ഉപമകളെ അല്ലെങ്കിൽ രണ്ട് കഥകളെ കോർത്തിണക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു ഈ മൂന്നാമത്തെ ഉപമ പറയുന്നത്. അതുകൊണ്ട് ചില വേദപഠിതാക്കൾ ഇതിനെ ഒറ്റ ഉപമയായിട്ടും അതേസമയം തന്നെ തുടർച്ചയായ രണ്ട് ഉപമകളായിട്ടും ചിന്തിക്കുന്നുണ്ട്. 1 തൊട്ട് 10 വരെ, 11 തൊട്ട് 14 വരെ. ഈ രണ്ട് റബ്ബിമാര് പറയാറുണ്ടായിരുന്ന ഒരു കഥ. അപ്പോൾ യേശുക്രിസ്തു ഇത് പറഞ്ഞപ്പോൾ, ഈ 22-ാം അധ്യായത്തിലെ കാര്യം പറഞ്ഞപ്പോൾ, യഹൂദന്മാർക്ക്, യേശുവിന്റെ കേൾവിക്കാർക്ക് ശരിക്കത് മനസ്സിലായി. എന്ന് വെച്ചാൽ അവർക്കിടയിൽ പറഞ്ഞു വന്നിരുന്ന ഒരു കഥയാണ്. അതിൽ ഒന്നാമത്തെ കഥ എന്ന് പറയുന്നത്, നമുക്കറിയാമല്ലോ 22-ാം അധ്യായത്തിലെ ഉപമ എന്ന് പറയുന്നത് രാജവിരുന്ന്. രാജാവ് തൻ്റെ മകന്റെ വിവാഹത്തിന് വിരുന്ന് കഴിക്കുന്ന കാര്യമാണ്. അതിൽ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് നേരത്തെ തന്നെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾ. പക്ഷേ തക്ക സമയമായപ്പോൾ അവരാരും വിരുന്നിന് വന്നില്ല. കല്യാണം കഴിഞ്ഞു കേട്ടോ, വിരുന്നായിവിടെ, കല്യാണത്തിന് ശേഷമുള്ള വിരുന്ന്. കഴിഞ്ഞ ദിവസവും ഞാൻ ഓർപ്പിച്ചല്ലോ, രാജസ്ഥാനിൽ ഗ്രാമങ്ങളിൽ ഞാൻ കണ്ട കാര്യം, ഞാൻ അനുഭവിച്ച കാര്യം. നേരത്തെ പറയും, ഇന്ന ദിവസം വിവാഹമുണ്ടെന്നേ പറയൂ. ഇവിടുത്തെ വിവാഹങ്ങൾ രാത്രികാലങ്ങളിലാണ്. ക്ഷണമുണ്ട്, വയറു നിറച്ചൂണ് കഴിക്കുക. കുടുംബത്തെ മുഴുവനും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര മണിക്ക് ആഹാരം കിട്ടുമെന്ന് ഉറപ്പില്ല. ആ രാത്രിയിൽ എപ്പോഴെങ്കിലും കിട്ടും. പണ്ടേ ക്ഷണിച്ചു, ചിലപ്പോൾ 1 കൊല്ലം മുമ്പായിരിക്കും ക്ഷണിക്കുന്നത്. കാരണം നേരത്തെയൊക്കെ, ഇപ്പം കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത് ഗ്രാമങ്ങളിലും. നേരത്തെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ വിവാഹ നിശ്ചയം നടത്തും. പ്രസവിച്ചിട്ടില്ല, 2 കുടുംബങ്ങൾ തമ്മിൽ നിന്റെ കുട്ടി ആണും എൻ്റെ കുട്ടി പെണ്ണുമാണെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ നമ്മുടെ മക്കൾ തമ്മിലായിരിക്കും കല്യാണം. ഓ ശരി, ചിലത് അങ്ങനെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ വിവാഹ നിശ്ചയം കഴിയാറുണ്ട് ഉത്തരഭാരതത്തിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ. അതുമല്ലെങ്കിൽ കല്യാണം ഉറപ്പ് കഴിഞ്ഞ് ദീർഘനാളുകൾക്ക് ശേഷമായിരിക്കും കല്യാണം. കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും. അപ്പം ഈ ഉറപ്പൊക്കെ നടക്കുമ്പോഴേ ചിലപ്പോൾ നമ്മളെ വിളിക്കും. ഞങ്ങളുടെ മോടെ കല്യാണമാണ്, ഇന്ന വർഷം ഇന്ന മാസം ഇത്രാം തീയതി, നിങ്ങൾക്ക് ക്ഷണമുണ്ട്, വരണം. ഈ 1 കൊല്ലം ആയതുകൊണ്ട് അന്ന് മൊബൈലിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇതോ, എന്തിനേറെ നിരക്ഷരരായ ഈ സാധുക്കളുടെ വീടുകളിൽ കലണ്ടർ പോലും ഇല്ല. കലണ്ടറിലെങ്കിലും ഒന്ന് കുറിച്ചിടാൻ. ഇനി കലണ്ടറെ പോലും കുറിച്ചിടണമെങ്കിലും ഈ വർഷത്തെ കലണ്ടറേ ഉള്ളൂ, കല്യാണം അടുത്ത കൊല്ലമാണ്, അപ്പൊ നടക്കത്തില്ല. കലണ്ടറൊന്നും ഇല്ല. ഇപ്പോൾ പോലും ഗ്രാമങ്ങളിലെ വീടുകളിലൊന്നും കലണ്ടറും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവര് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, ക്ഷണമുണ്ട് കേട്ടോ, മറക്കല്ലേ, ഇന്ന സമയ. കല്യാണത്തിന്റെ അന്ന് വീണ്ടും ക്ഷണം വരും. ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞ കാര്യമായി, ഇത് ആവർത്തിക്കുന്നുള്ളൂ. കല്യാണം വന്ന വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും
ആ കുടുംബക്കാർ അവരുടെ വേലക്കാരെ നമ്മുടെ വീടുകളിലേക്ക് അയക്കും. അവർ വീണ്ടും വന്ന് വിളിക്കും, ഭക്ഷണം തയ്യാർ, നിങ്ങൾ വരിക. അപ്പോഴാണ് നമ്മൾ വീടും കൂട്ടി കഴിക്കാൻ പോകുന്നത്. ഇതേ രീതിയാണ് ഇവിടെ. നേരത്തെ പറഞ്ഞിരുന്നതാ, രാജാവ, കൊച്ചാളൊന്നുമല്ല, രാജാവ. അല്പം കൂടെ പറഞ്ഞാൽ മഹാരാജാവ, ചക്രവർത്തിയാണ്. തൻ്റെ ഏകജാതനായ രാജകുമാരന്റെ രാജകീയ വിവാഹത്തിന്റെ വിരുന്നിനു വേണ്ടി ഇവരെ വിശിഷ്ട അതിഥികളായി വളരെ നേരത്തെ ക്ഷണിച്ചിരുന്നത്. ആരെയാ ക്ഷണിച്ചിരുന്നത്? Those who were invited. Yeah, whom? Who were they? Israelites. We have seen from chapter 21 two previous parables. Jews, യഹൂദന്മാർ. യഹൂദന്മാരെയായിരുന്നു മഹാരാജാവായ മഹാദൈവം തൻ്റെ ഏകജാതനായ മകൻ മശിഹയുടെ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിച്ചത്. സ്തോത്രം. വിവാഹ വിരുന്നിലേക്ക് ക്ഷണിച്ചത്. സ്തോത്രം. അപ്പം അവിടെ നമ്മൾ കാണുന്നത് വിവാഹ വിരുന്ന്, the banquet, also the joy of the king. രാജാവിൻ്റെ സന്തോഷത്തിലേക്കും മഹാവിരുന്നിലേക്കുമാണ് അവരെ ക്ഷണിച്ചത്. നേരത്തെ ക്ഷണിച്ചതാ. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിൽ ഊണ് കഴിക്കാറായി കഴിയുമ്പം വീണ്ടും വിട്ട് വിളിക്കുന്നത് പോലെ സദ്യ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് അവരെ വിളിക്കാൻ വിട്ടു. പക്ഷേ അവരൊക്കെ ഓരോ ഒഴികഴിവ് പറഞ്ഞ് മാറിപ്പോയി. എന്ന് വിചാരിച്ച് ഈ വിരുന്ന് റദ്ദാക്കാൻ രാജാവ് കൂട്ടാക്കിയില്ല. രാജാവ് ഒരുക്കിയ വിരുന്ന് നേരത്തെ ക്ഷണിക്കപ്പെടാതിരുന്ന സാധാരണക്കാർക്ക് കൊടുക്കാൻ തയ്യാറായി. അങ്ങനെയാണ് ഈ ക്ഷണിതാക്കളിൽ നിന്നും വ്യത്യസ്തരായി റോഡിലും അവിടെയും ഇവിടെയുമൊക്കെ കണ്ട യാതൊരു യോഗ്യതകളും ഇല്ലാത്തവരെ ഒന്നിലധികം പ്രാവശ്യം ഈ ദാസന്മാരെ വിട്ട് വിളിപ്പിച്ച് കൊണ്ടുവന്നത്. എന്നിട്ട് 22-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലുണ്ട്, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പീൻ. 10-ാം വാക്യത്തിൽ കാണുന്നു, അവരെ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. അപ്പം ക്ഷണിക്കപ്പെട്ടവർ ഒരുക്കപ്പെടാഞ്ഞതുകൊണ്ട് ക്ഷണിക്കപ്പെടാത്തവരെ ഒരുക്കി അകത്തു കൊണ്ടുവരുന്ന രാജാവിൻ്റെ മഹാമനസ്കത. അതിനെ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ തുറന്ന സ്നേഹം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ.
So this is about God's grace, open door. This is about the love of God, the width, the breadth, the length, the depth, the height of the love of God. ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും വിശാലതയുമൊക്കെയാണ് ഇവിടെ. അപ്പോൾ തുറക്കപ്പെട്ട, എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ട വാതിൽ, ജാതികളായ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ലഭ്യമായ പ്രവേശനത്തെയാണ് അത് കാണിക്കുന്നത്. സ്തോത്രം. 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നു രണ്ടാമത്തെ കാര്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട റബ്ബിമാരുടെ കഥ എന്ന് പറയുന്നത് ഒരു രാജാവ്, അദ്ദേഹം എവിടെയോ പുറത്തു പോകുമ്പോൾ തൻ്റെ ദാസന്മാർക്കൊക്കെ ഒരു കൽപ്പന കൊടുത്തിട്ടാണ് പോകുന്നത്. തൻ്റെ ദാസന്മാർക്ക് കൽപ്പന കൊടുത്തിട്ടാണ് പോകുന്നത്. അവരെ ഏൽപ്പിച്ചത് റോയൽ റോബ്സ്, രാജകീയ വസ്ത്രം തൻ്റെ ദാസന്മാർക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, അവര് ആ രാജകീയ വസ്ത്രം സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് വരും, ഞാൻ വന്നു കഴിഞ്ഞിട്ട് വിരുന്നുണ്ട്. എപ്പോൾ വിരുന്നിന് നിങ്ങളെ ക്ഷണിച്ചാലും നിങ്ങൾ തയ്യാറായിരിക്കണം. ഇടാനുള്ള വസ്ത്രം ഇതാ. പക്ഷെ ഈ വസ്ത്രം ഇടുന്നതിന് മുമ്പ് you should wash yourself, you should anoint yourself, and then you should array yourself. നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകണം, എന്നിട്ട് സുഗന്ധദ്രവ്യം പൂശണം, ഈ വസ്ത്രവും നിങ്ങൾ ധരിക്കണം. സ്തോത്രം. നിങ്ങൾ ധരിക്കണം. ഞാൻ വരും, നിങ്ങളെ ക്ഷണിക്കും, ഇങ്ങനെ നിങ്ങളെ കഴുകി വെടിപ്പാക്കി സുഗന്ധദ്രവ്യം പൂശി ഈ വിശേഷ വസ്ത്രം ധരിച്ച് നിങ്ങൾ വരണം. പക്ഷേ ഈ ക്ഷണിക്കപ്പെട്ട ഈ വിരുന്നുകാരെന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ളവരായിരുന്നു. രണ്ട് തരത്തിൽ. ഒരു കൂട്ടര് ബുദ്ധിയുള്ളവരും മറ്റൊരു കൂട്ടര് ബുദ്ധിയില്ലാത്തവരും, ഭോഷന്മാരും. അതില് ബുദ്ധിയുള്ളവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവർ ഈ രാജാവ് പറഞ്ഞതുപോലെ തങ്ങളെ തന്നെ ഒരുക്കി, കഴുകി, കുളിച്ചു, സുഗന്ധദ്രവ്യമൊക്കെ പൂശി. ഇത് കൊട്ടാരത്തിലെ കാര്യമല്ലേ, രാജാവിന്റെ കാര്യമല്ലേ. അവിടെ നിമിഷ നേരം കൊണ്ട് സദ്യ റെഡിയാവും, തയ്യാറാവും. അതുകൊണ്ട് പെട്ടെന്ന് വെളിവരാം എന്നും പറഞ്ഞ് അവര് വളരെ ഒരുക്കത്തോടെ കൊട്ടാരത്തിന്റെ വാതിൽ തുറക്കുന്നതും കാത്ത് അവരിങ്ങനെ നിന്നു. എപ്പോ വിളി വന്നാലും അകത്ത് കയറാൻ. നമ്മുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞിട്ട് ഊണുശാലയുടെ ഷട്ടർ പൊക്കുമ്പോ ഇടിച്ചു കയറുന്ന പോലെ കയറാൻ വേണ്ടി ഇവരിങ്ങനെ ഒരുക്കമായിട്ട് നിന്നു. പക്ഷെ രണ്ടാമത്തെ കൂട്ടര് ഭോഷന്മാരാ, ബുദ്ധികെട്ടവരാ. അവരെന്ത് ചെയ്തു? അവര് കരുതി, ഓ വിരുന്നിനൊക്കെ ക്ഷണിച്ചു, ശരിയാ, പക്ഷെ ഇത്ര പെട്ടെന്നൊന്നും
ഊണ് ശരിയാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും ചിലപ്പോൾ ഇവിടെ ഊണ് ശരിയായേക്കും എന്നും പറഞ്ഞ് അവർ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോയി. പക്ഷേ ഈ ഭോഷന്മാരായ രണ്ടാമത്തെ കൂട്ടർ പ്രതീക്ഷിച്ചതുപോലെ രാജാവിന്റെ ക്ഷണം, ഒടുവിലത്തെ ക്ഷണം വരാൻ താമസിച്ചില്ല. അതുകൊണ്ട് പെട്ടെന്ന് സദ്യക്ക് ക്ഷണിച്ചു. ഈ രണ്ടാമത്തെ കൂട്ടർക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം അവർ കുളിച്ചില്ല, തങ്ങളെ തന്നെ കഴുകിയില്ല, സുഗന്ധദ്രവ്യം പൂശിയില്ല, കല്യാണ വസ്ത്രം ധരിച്ചില്ല. എന്നാൽ ഒന്നാമത്തെ കൂട്ടർ ഇതെല്ലാം ചെയ്തിരുന്നത് കൊണ്ട് ക്ഷണിക്കാതിരുന്നു. ഇവരകത്ത് കയറി രാജാവിനോടുകൂടെ ഭക്ഷണം കഴിച്ചു, സന്തോഷിച്ചു. പക്ഷേ രണ്ടാമത്തെ കൂട്ടരോ സമയത്ത് വരാഞ്ഞതുകൊണ്ട് അകത്ത് കയറാനോ രാജാവിനോടുകൂടെ സന്തോഷിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞില്ല. അവർ വിശന്ന് പുറത്ത് നഷ്ടപ്പെട്ടവരായി, ലജ്ജിതരായി, ദുഃഖിതരായി നിന്നു എന്നുള്ള ഒരു റബ്ബനിക് സ്റ്റോറി റബ്ബിമാര് പഠിപ്പിക്കാറുള്ള ഒരു കഥ നിലവിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കഥ, റബ്ബിമാര് പഠിപ്പിക്കാറുണ്ടായിരുന്ന രണ്ടാമത്തെ കഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ളത്. അതും ഇതുപോലെ ഒരു രാജാവ് തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ റോയൽ റോബ്സ്, രാജകീയ വസ്ത്രം കൊടുത്തു, സൂക്ഷിക്കാനായിട്ട്. എന്നിട്ട് ഈ പറയുന്നത് പോലെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇവരെ എല്ലാവരെയും വിളിച്ച് ഈ കൊടുത്ത വസ്ത്രം തിരികെ ചോദിച്ചു. അപ്പോൾ ഇവിടെയുമുണ്ട് രണ്ടു തരം മനുഷ്യർ, വൈസ് ആൻഡ് ഫൂളിഷ്, ബുദ്ധിമാന്മാരും ബുദ്ധികെട്ടവരും. ബുദ്ധിമാന്മാർ ഈ വസ്ത്രം കിട്ടിയപ്പോൾ തന്നെ കൊണ്ടുചെന്ന് സുരക്ഷിത സ്ഥാനത്ത് വെച്ചു. ഒരു കേടും വരാൻ സമ്മതിച്ചില്ല. വിലപ്പെട്ടതായി അവർ അതിനെ കാത്തു. പക്ഷേ രണ്ടാമത്തെ കൂട്ടര് ഒരുപക്ഷെ നമ്മളൊക്കെ കുഞ്ഞിലെ ചെയ്യുമായിരുന്നത് പോലെ, അല്ലെ നമ്മുടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ ചെയ്യുമായിരുന്നത് പോലെ, ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാനൊരു കാര്യം കേട്ടു. ഒരു തുണിക്കടയിൽ ഒരാള് പോയി. അപ്പൊ ഇപ്പം നമുക്ക് തുണിക്കടയിലൊക്കെ ചെന്നാൽ വസ്ത്രം ഇട്ട് നോക്കാമല്ലോ. അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞുമായിട്ടാ പോയത്. ആ കുഞ്ഞിന് വസ്ത്രം എടുക്കാനാണ് കൊണ്ടുപോയത്. കുഞ്ഞിന് ചേരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പനും അമ്മയും കൂടെ ഈ കുഞ്ഞിന്റെ വസ്ത്രം, ഈ പുതിയ വസ്ത്രം എടുത്തത് ചേരുമോ നോക്കാൻ ഇടിച്ചു നോക്കി. ഇട്ടപ്പം കുഴപ്പമില്ല. അതിന് ഊരണ്ടേ, ബില്ലടിക്കണ്ടേ, സ്കാൻ ചെയ്യണ്ടേ. ഈ കുഞ്ഞ് ഊരുന്നതേ ഇല്ല, ഭയങ്കര കരച്ചിൽ. ഒടുവിൽ ഈ കുഞ്ഞിനെ ഈ വസ്ത്രത്തോടുകൂടെ സ്കാനറിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയ ഈ സ്കാൻ ചെയ്തത്. ഇതുപോലെ ഈ രണ്ടാമത്തെ കൂട്ടരുണ്ടല്ലോ, അവര് ഈ രാജകീയ വസ്ത്രമൊക്കെ കിട്ടിയതും എടുത്തങ്ങിട്ടു. ഇട്ടോണ്ടാ ഇവര് ബാക്കി പണിക്കൊക്കെ പോയത്. പെട്ടെന്നൊരു ദിവസം രാജാവ് ഈ കൊടുത്ത വസ്ത്രം തിരികെ ചോദിക്കും. അപ്പോൾ ആദ്യത്തെ കൂട്ടർ ബുദ്ധിമാന്മാർ സൂക്ഷിച്ചു വെച്ചിരുന്ന വസ്ത്രം ഒരു കേടും കൂടാതെ തിരികെ രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് അവരെ കൈക്കൊണ്ടു. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ മുഴുവനും അഴുക്ക് പിടിച്ച് ചെളിയായി
സ്റ്റെയിനായിട്ടുള്ള, കറ പിടിച്ച, അഴുക്ക് പിടിച്ച, മണ്ണ് പിടിച്ച, ഒട്ടും കൊള്ളാത്ത തരത്തിലാക്കി തീർത്ത വസ്ത്രങ്ങളുമായി വന്നു. രാജാവ് അവയെ സ്വീകരിച്ചില്ല, അവരെ ശിക്ഷിച്ചു എന്നതാണ് രണ്ടാമത്തെ കഥ. യഹൂദന്മാർക്കിടയിൽ റബ്ബിമാർ, ഗുരുക്കന്മാർ ഇസ്രായേലിനെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്ന ഈ കഥ യേശുവിന്റെ ശ്രോതാക്കൾക്ക് വളരെ പരിചിതമായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞ ഈ 22-ാം അധ്യായത്തിലെ ഉപമ യഹൂദന് ശരിക്കും മനസ്സിലായി. എന്താ അർത്ഥം? ഇവിടെ രാജകീയ വസ്ത്രം, പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് 11 തൊട്ട് 14 വരെ, ചാപ്റ്റർ 22 ഓഫ് മാത്യു 11 to 14, 11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, നമ്മളിപ്പോ കണ്ടു 10-ാം വാക്യം വരെ, വഴിത്തലയ്ക്കൽ കണ്ട നല്ലവരെയും കൊള്ളരുതാത്തവരെയും സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് വന്നു. എന്താ അർത്ഥം? There is no prerequisite for any sinner to enter into the presence of God. ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് ഒരു പാപിക്കും അടിസ്ഥാനപരമായ ഒരു യോഗ്യതയും ദൈവം വെച്ചിട്ടില്ല. ആർക്കു വേണമെങ്കിലും വരാം. The door of grace is wide open for any ugly, severe, ugliest of sinners. എത്രയും ഹീനരായ, നീചരായ, മ്ലേച്ഛരായ പാപികൾക്കും ഓടിക്കയറുവാൻ കഴിയുന്ന, തുറന്നു കിടക്കുന്ന വാതിലാണ് ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ കൃപയുടെ വാതിൽ, ദൈവസ്നേഹത്തിൻ്റെ വാതിൽ. സ്തോത്രം. ആർക്കും വരാം. അങ്ങനെ വിളിച്ചു. വിളിക്കപ്പെട്ടവരൊക്കെ വഴിയരികിൽ നിന്നൊക്കെ വന്നു. പക്ഷെ ഈ പറഞ്ഞ കഥയിലേതുപോലെ ഇവർക്ക് എന്തു കൊടുത്തിട്ടുണ്ട്? രാജകീയ വസ്ത്രം, കല്യാണ വസ്ത്രം, റോബ് ഓഫ് ഫീസ്റ്റ്, റോബ് ഓഫ് വെഡിങ് കൊടുത്തിട്ടുണ്ട്. വെറുതെ വരണ്ട. ഇപ്പൊ ഞാന്, നിങ്ങൾക്കറിയാമല്ലോ, ഡിസംബർ മാസത്തിൽ ഒരു വിദേശ യാത്ര പോയി. അപ്പോൾ അവിടെ ചെല്ലുന്നതിനുള്ള ആ രാജ്യത്തെ നിയമം വച്ച് എന്നെ ക്ഷണിച്ച സഹോദരങ്ങൾ, സഭ എന്നോട് പറഞ്ഞു ഇന്നതുപോലെയൊക്കെ വേണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ വരുന്നതിന് ചിലപ്പോൾ എയർപോർട്ടിൽ വിസ സംബന്ധമായിട്ട് അവരെ ചോദിക്കും. മിനിമം നമ്മുടെ അക്കൗണ്ടിൽ എനിക്ക് തോന്നുന്നു 3000 ദർഹംസോ അതിന് തത്തുല്യമായ ഇന്ത്യൻ മണിയോ വേണം. എന്നോട് പല പ്രാവശ്യം അവിടുത്തെ ദൈവദാസനും അവിടുത്തെ സഹോദരങ്ങളും ഒക്കെ പറഞ്ഞു. ലാസ്റ്റ് ദിവസങ്ങളൊക്കെ അടുത്ത് വന്നപ്പോൾ പാസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്ററെ, ഇത്രയും രൂപ അക്കൗണ്ടിൽ അവിടെ കാണിക്കണം. പാസ്റ്ററുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനെ ക്രമീകരണം ചെയ്തു തരാം. എന്നെ ആ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് ആ രാജ്യത്തെത്താൻ വേണ്ടി അവിടുത്തെ നിയമം അനുസരിച്ച് എൻ്റെ അക്കൗണ്ടിൽ ഇത്ര രൂപ ഉണ്ടായിരിക്കണം. എന്നെ ക്ഷണിക്കുന്ന ആ സഭ എൻ്റെ പക്കൽ ആ പണം ഇല്ലെങ്കിൽ ആ പണം എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് അവിടെ ചെല്ലാൻ എന്നെ യോഗ്യനാക്കാം എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു.
ഈ ക്ഷണം എൻ്റെ കയ്യിൽ പണം ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നില്ല. പകരം ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ യോഗ്യതകൾ എനിക്ക് ഉണ്ടായിരിക്കണം എന്ന് ഉണ്ട്. ആ യോഗ്യതകൾ ഞാനായി തന്നെ പ്രാപിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ സഹായിക്കാൻ ക്ഷണിച്ചവർ തയ്യാറാണ്. ഇതുപോലെ നമ്മെ കർത്താവ് സുവിശേഷത്താൽ ക്ഷണിച്ചപ്പോൾ ഒരു മനുഷ്യനെയും ഇന്നതൊക്കെ ഉണ്ടോ എന്ന് അടിസ്ഥാന യോഗ്യത വെച്ചല്ല ക്ഷണിച്ചത്. ആണോ? അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നാം ആരും ക്ഷണിക്കപ്പെടില്ലായിരുന്നു. ഒന്നാമത്തെ കാരണം, നമ്മൾ ആരും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും രക്തത്തിൽ പിറന്നവരല്ല എന്നുള്ളത് തന്നെ. ബാക്കിയുള്ളതൊക്കെ പിന്നെ വരുന്ന. എന്നാൽ നമ്മെ വിളിച്ചപ്പോൾ ഈ കഥയിൽ, 2 കഥകളിലും പറഞ്ഞതുപോലെ എന്ത് തന്നു? രാജകീയ വസ്ത്രമേൽപ്പിച്ചു. ഇതും ഇട്ടോണ്ട് വേണം വരാൻ കേട്ടോ. ഇതും ഇട്ടോണ്ട് വേണം വരാൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെക്കേഷന് രാജസ്ഥാനിൽ എൻ്റെ പെങ്ങളുടെ സഭയിൽ പോയി. അന്ന് എൻ്റെ കയ്യില് എനിക്ക് തോന്നുന്നു ഒരു പാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലായിരുന്ന സമയത്ത് മുണ്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ പോയപ്പോൾ ഇടാൻ എനിക്ക് ഒറ്റ പാൻസേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചർച്ചിലെ അധികം പേരൊന്നുമില്ല, 2-3 കുടുംബങ്ങളേ ഉള്ളൂ. അതിലെ ഒരു അച്ചായന് മനസ്സിലായെന്നാ തോന്നുന്നത്. കാരണം എപ്പോഴും ഞാൻ ഇടുന്ന ഒറ്റയൊരെണ്ണേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട്. അതേ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പോയി പാൻസിന്റെ തുണിയൊക്കെ എടുത്തു. ഇതെങ്ങനെയുണ്ടെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൊള്ളാം, നല്ലതാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാണ് എനിക്ക് വേണ്ടിയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കറിയില്ലായിരുന്നു എനിക്ക് വേണ്ടിയാണ്. അപ്പൊ എനിക്ക് ഇല്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം എനിക്ക് തന്നതുപോലെ ഇവിടെ ദൈവം യാതൊരു യോഗ്യതയുമില്ലാത്ത പാപികളായ മനുഷ്യരെ തൻ്റെ മകന്റെ വിവാഹ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. അകത്തു വരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നൽകിക്കൊടുത്താണ് ക്ഷണിച്ചത്. അതുകൊണ്ട് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ, ഒന്ന് പരിശോധിക്കാൻ വേണ്ടി രാജാവ് വന്ന കാര്യം ആ 11-ാമത്തെ വാക്യത്തിൽ. രാജാവ് അകത്തു വന്നു, ക്ഷണിക്കപ്പെട്ടവരെയൊക്കെ ഒന്ന് നോക്കി. കാരണം കുളിക്കാനുള്ള, കഴുകാനുള്ള സാമഗ്രികളും പൂശാനുള്ള സാമഗ്രികളും ധരിക്കാനുള്ളതും എല്ലാം കൊടുത്താണ് ഇവരെ ക്ഷണിച്ചത്. അല്ലെ, ക്ഷണിച്ചിട്ടെല്ലാം കൊടുത്തതാണ്. എല്ലാവരും തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഒരുത്തനെ മാത്രം കല്യാണ വസ്ത്രമില്ലാത്തവനായിട്ട് കണ്ടു. അവനെ പിടിച്ച് പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളഞ്ഞു എന്നാണ് 11 തൊട്ട് 13 വരെ. എന്താ അതിന്റെ അർത്ഥം? സ്തോത്രം. The church is not a place for a sinner to enter in and remain as a sinner, but it's a place for a sinner to enter in as a sinner, but undergo a drastic transformation to become a saint.
ദൈവസഭ എന്ന് പറയുന്നത് ഒരു പാപിക്ക് കയറിക്കൂടി പാപിയായി തുടരാനുള്ള സ്ഥലമല്ല. പകരം ഏതൊരു പാപിക്കും ദൈവസഭയിൽ കയറാം. പക്ഷേ അവൻ പാപിയായി തുടരാതെ ആ നിമിഷം മുതൽ മാനസാന്തരത്തിലൂടെ രൂപാന്തരപ്പെട്ട് വിശുദ്ധനായി മാറിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ലിയോനാർഡ് റാവൻഹിൽ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്. ഒരിക്കൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തു എന്ന് എൻ്റെ ഓർമ്മ. ഒന്നും കൂടെ ഞാൻ വായിക്കാം. ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ദാറ്റ് ഗാഡ് ക്യാൻ ഡു ടുഡേ ഈസ് ടു ടേക്ക് an unholy man out of an unholy world and make him holy. Then put him back into that unholy world and keep him holy in it. Why revival tarries? എന്തുകൊണ്ട് ഉണർവ് താമസിക്കുന്നുവെന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനാണ് ഈ ഭക്തനായ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞതാണ്, ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് പാപം നിറഞ്ഞ അശുദ്ധമായ ലോകത്തിൽ നിന്ന് പാപിയായ അശുദ്ധനായ ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്നു. എന്നിട്ട് ആ വിശുദ്ധീകരിച്ച മനുഷ്യനെ തിരിച്ച് പണ്ടായിരുന്ന അതേ അശുദ്ധമായ പാപലോകത്തിൽ ആക്കി വയ്ക്കുകയും പക്ഷേ ആ പാപലോകത്തിൽ വിശുദ്ധനായി അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. ഇതാണ് ഇവിടെ കല്യാണ വസ്ത്രമില്ലാത്ത മനുഷ്യനെ പിടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞത്. അവനെ ദൈവം ക്ഷണിച്ചു രാജകുമാരന്റെ വിവാഹ വിരുന്നിലേക്ക്. That was the greatest honor, to be invited by this great king for the wedding reception of his great prince. Stotra. Yeah, I'll repeat it. Otherwise, I will send it to you. Yeah, എങ്കിലും ഒന്നും കൂടെ ഞാനൊന്ന് പറയാമത്. The greatest miracle that God can do today is to take an unholy man out of an unholy world and make him holy, then put him back into that unholy world and keep him holy in it. ഇന്ന് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഓക്കെ, അശുദ്ധനായ ഒരു മനുഷ്യനെ അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുകയും അവനെ വിശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് പാപം നിറഞ്ഞ അതേ ലോകത്തിലേക്ക് അവനെ തിരിച്ചാക്കി, പക്ഷേ വിശുദ്ധനായി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മെപ്പോലെയുള്ളവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ ഈ മഹാരാജാവ് തൻ്റെ ഏകജാതനായ രാജകുമാരന്റെ
വിവാഹത്തിനു വേണ്ടി ക്ഷണിച്ചു, സദ്യയിൽ പങ്കെടുക്കാൻ, സന്തോഷത്തിൽ പങ്കെടുക്കാൻ. സ്തോത്രം. എന്നിട്ട് ആ ക്ഷണിച്ചയാളിന്റെ മഹത്വത്തിനൊത്ത് നമ്മൾ ഒരുങ്ങി ചെല്ലാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നു. സ്തോത്രം. എന്നിട്ടും അത് ഗൗരവമായി എടുക്കാതെ നമുക്ക് തന്ന യാതൊരു സൗകര്യങ്ങളും ദാനങ്ങളും നമ്മൾ സ്വീകരിച്ച് അതിനൊത്ത് നമ്മെ ഒരുക്കാതെ നമ്മെ ക്ഷണിക്കപ്പെട്ട മഹാരാജാവിന് അപമാനം വരുത്തുമാറ് നമ്മൾ പഴയ അശുദ്ധിയുടെ അവസ്ഥയിൽ തന്നെ ചെന്നാൽ കർത്താവ് നമ്മളെ അതേ നിലയിൽ തൻ്റെ രാജ്യത്തിലേക്ക് കൈക്കൊള്ളുകയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് വെളിപ്പാട് 19:7-8-9 വാക്യങ്ങളിൽ പറഞ്ഞത്, തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. God has already provided everything for our preparation. Everything. We just have to put on, keeping in mind that if not, that will be a shame for the one who invited us. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരുടെ വീടുകളിലും ഒക്കെ പോകുമ്പോഴേ അവരുടെ മാന്യതയ്ക്കനുസരിച്ച് ഒരുങ്ങിപ്പോകാനല്ലേ നമ്മൾ ശ്രമിക്കാറ്. സ്തോത്രം. ഞാൻ ആ ഉദാഹരണവും നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അതുകൊണ്ടാ ചിലപ്പോഴൊക്കെ ചിലർ അവരുടെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിക്കുമ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ വസ്ത്രവും കൂടെ തരും, പ്രത്യേകിച്ച് ഉപദേശിമാരായ ഞങ്ങൾക്കൊക്കെ. മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ മാന്യതയ്ക്കനുസരിച്ച് ഒരുങ്ങി ചെല്ലുന്നതേ അരിച്ച. ഇതുപോലെ കർത്താവ് നമ്മെ ക്ഷണിച്ചെങ്കിൽ, തിരഞ്ഞെടുത്തെങ്കിൽ, നമ്മുടെ ജീവിതം എന്ന വസ്ത്രത്തെ നമ്മെ ക്ഷണിച്ചവന്റെ വിശുദ്ധിക്കൊത്തവണ്ണമാക്കി തീർക്കുന്നില്ലെങ്കിൽ കർത്തൃരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല. സ്തോത്രം. Grace is not only a free gift, rather it demands a responsibility too. കൃപ വെറും ഒരു ദാനമായി മാത്രം നാം കാണരുത്. വളരെ ഗൗരവതരമായ ഉത്തരവാദിത്വങ്ങളും കൂടെ നമ്മെ ഏൽപ്പിക്കുന്ന ഒന്നാണ് കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്തോത്രം, നാം ചേലാവിഹീനരായിരിക്കാൻ ഇടയാകാതെ, നാം ഈ നീതിവസ്ത്രവും വിശുദ്ധിയുടെ വസ്ത്രവും രക്ഷാവസ്ത്രവും ഒന്നുമില്ലാതെ നഗ്നരാകുവാനിടയാകാതെ, തള്ളപ്പെടാതെ രാജാവിന്റെ സന്തോഷത്തിൽ പ്രവേശിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. സ്തോത്രം. അങ്ങനെ രാജാവ് നമ്മെ പരിശോധിക്കാൻ വരുമ്പോൾ വിവാഹ വസ്ത്രമില്ലാത്തവരായി കാണാതെ നാം നമ്മെ വിളിച്ച വിശുദ്ധന് യോഗ്യമാവണ്ണം വിശുദ്ധിയുടെ വസ്ത്രാലങ്കാരമുള്ളവരായിരിക്കാൻ നമ്മെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.